നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. എങ്ങനെയാലും ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കിട്ടുന്നിടം വരെ, ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നിടം വരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ NCERT ടെസ്റ്റ് ഫുള്ള് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു. ആ NCERT ടെസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ആ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടിയതിൽ വെച്ച് ടോപ്പ് മാർക്ക് കിട്ടാൻ സാധിച്ചത് I+ന് വലിയൊരു പങ്ക് വഹിച്ചു. അതുൽ സാറിൻ്റെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ തരുന്ന നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ അലൻ സാറിൻ്റെ ഡെയിലി മോട്ടിവേഷൻ വീഡിയോസും എന്നെ ഈ ജേർണിയിൽ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓച്ചിറ സ്വദേശിയായ ഗോകുലാണ്. ഈ കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ 5ാം റാങ്ക് നേടി ഉയർന്ന വിജയം നേടിയ ഗോകുലിനോട് ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ പരീക്ഷകൾ കഴിഞ്ഞു. അതിനുശേഷം ഇനി ഫിംഗർ പ്രിന്റ് സെർച്ച് പരീക്ഷയൊക്കെ വരുന്നുണ്ട്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് കേൾക്കാം. എൻ്റെ പേര് ഗോകുൽ. ഞാൻ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇൻ്റഗ്രേറ്റഡ് MSc എന്ന കോഴ്സാണ് ചെയ്തത്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ. അമ്ര സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, അമ്രവിൽ നിന്നാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. ഇപ്പോൾ നിലവിൽ ഞാൻ സയൻസ് ബേസ്ഡ് ടെക്നിക്കൽ എക്സാംസ് ആണ് PSCയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡയറി ഫാം വരെയുള്ള എക്സാംസിൽ ഞാൻ എത്തി നിൽക്കുന്നത്. ഓക്കെ, ഈ പരീക്ഷ അല്ലാതെ ഏതൊക്കെ പരീക്ഷകൾക്കാണ് ഗൂഗിൾ തയ്യാറെടുത്തത്? എത്രാമത്തെ പരീക്ഷയായിരുന്നു ഇപ്പോൾ എഴുതിയ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ? മറ്റു പരീക്ഷകളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന തസ്തികയിലായിരുന്നു. അത് 29th റാങ്ക് ആയിരുന്നു എത്തിയത്. അതിന് മുമ്പ് ഞാൻ ഒരു PSCയുടെ എക്സാംസ് കൂടെ എഴുതിയിരുന്നു. ആ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ എക്സാമാണ്. അതിൽ റാങ്ക് ലിസ്റ്റ് വരാൻ സാധിച്ചില്ല. പ്രിപ്പറേഷൻ അധികം നല്ലപോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു വരാൻ പറ്റായിരുന്നത്. ഈ 5ാം റാങ്കിലേക്ക് എത്താൻ സഹായിച്ച പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ, ട്രിക്കുകൾ എങ്ങനെയാണ് പഠിച്ചു വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? മെയിനായിട്ട് ചെയ്ത ഞാൻ കാര്യം എന്ന് പറയുമ്പോൾ സിലബസ് ഒക്കെ ഫോളോ ചെയ്യാനാണ് നോക്കിയിരുന്നത്. അപ്പോൾ സിലബസ് വന്നതിന് ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിലെ ഓരോ സബ് ടോപ്പിക് വൈസും ഞാൻ റിവൈസ് ചെയ്യുകയും ഫുള്ള് NCERT ബേസ്ഡ് ആയിരുന്നു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ എക്സാം. അപ്പോൾ NCERT ടെസ്റ്റ് ഫുള്ള് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു. ആ NCERT ടെസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ആ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. മറ്റേ എക്സാംസ് ചെയ്യുന്ന അപേക്ഷിച്ച് നല്ല മാർക്ക് കിട്ടാൻ എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഒരു ജേർണിയിൽ I+ന്റെ സ്ഥാനം എന്തായിരുന്നു, അല്ലെങ്കിൽ I+ന്റെ കോഴ്സുകൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിന് എത്രത്തോളം I+ന്റെ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്തു എന്നൊന്ന് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യാമോ? ഇൻ്റർവ്യൂ ട്രെയിനിങ് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടിയതിൽ വെച്ച് ടോപ്പ് മാർക്ക് കിട്ടാൻ സാധിച്ചത് I+ന് വലിയൊരു പങ്ക് വഹിച്ചു. ഇൻ്റർവ്യൂ സെക്ഷൻ ഹാൻഡിൽ ചെയ്ത അതുൽ സാർ ആയാലും ബാക്കി ഉള്ള ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് I+ വന്നത് വളരെയധികം ഉപകാരം ചെയ്തു. ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ I+ന്റെ കോഴ്സ് ആക്സസ് തരികയും ചെയ്തു. അതിലൂടെ ആ കണ്ടന്റിലൂടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാനും ഇൻ്റർവ്യൂവിന് മുമ്പ് എന്നെ പ്രിപ്പയർ ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ അതുൽ സാറിൻ്റെ ഇടയ്ക്ക് തരുന്ന നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ അലൻ സാറിൻ്റെ ഡെയിലി മോട്ടിവേഷൻ വീഡിയോസും എന്നെ ഈ ജേർണിയിൽ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. അതുൽ സാറിന്റെ ക്ലാസ്സുകളെ പറ്റിയും ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് തയ്യാറാക്കിയ നോട്ടുകളെ പറ്റിയൊക്കെ വിദ്യാർത്ഥികൾ ഫീഡ്ബാക്ക് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഗൂഗിളിന്റെ ഒരു ടേക്ക് അവേ എന്താണ്? അതുൽ സാറിന്റെ ആ ഒരു ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ അതുൽ സാറിൻ്റെ ആദ്യമേ തന്നെ ഒരു വെബിനാറിലൂടെയാണ് സാറിനെ പരിചയപ്പെടുന്നത്. യൂട്യൂബിലെ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വേക്കൻസി എന്നോ കാര്യങ്ങളെന്നോ അതിൻ്റെ സിലബസ് എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിലൊരു I+ൻ്റെ ഒരു വീഡിയോ വരികയും അതിലൂടെയാണ് I+ എന്ന സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ വെബിനാറിലൂടെ സാറിൻ്റെ 1 മണിക്കൂർ വെബിനാർ ആയിരുന്നു, റെക്കോർഡ് സെക്ഷൻ ആയിരുന്നു. അത് കണ്ടതിന് ശേഷം ആണ് I+ൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിലൂടെ LMAയുടെ എക്സാം റാങ്കിൽ വന്നപ്പോൾ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ സാറിൻ്റെ ക്ലാസ്സൊക്കെ നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു. ഫിസിക്സ് ഓറിയൻ്റായിട്ട് ഏതൊക്കെ ടെസ്റ്റ് കിട്ടുമോ അതെല്ലാം റെഫർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, സ്പെസിഫിക് ഏതൊക്കെ സിലബസിന് പുറത്ത് വരുന്ന ടോപ്പിക് ആയിക്കോട്ടെ, ഏതായാലും കവർ ചെയ്തു. നല്ല രസകരമായി തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു സാർ. തീർച്ചയായിട്ടും
ഒരു പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പിൽ പലവിധമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഒരു റഫ് ടൈം ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഗൂഗിളിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊരു എക്സാം ആയാലും ഒരു ഒരു സ്പെസിഫിക് ടൈമിലായിരിക്കുമല്ലോ എക്സാം വിളിക്കുന്നത്. ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ഇന്റർവെല്ലിന് ശേഷമായിരിക്കും എൻ്റെ എക്സാം. അപ്പോൾ അത്രയും ഇന്റർവെല്ലിന്റെ സമയത്ത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അത് കോൺസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ഏകദേശം സാധിച്ചുകൊണ്ടാണ് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ നല്ല റാങ്കിലെത്താൻ സാധിച്ചതുമാണ് എനിക്ക് തോന്നുന്നത്. ഒടുവിലായിട്ട് ഇനി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയും ഇതേ പാതയിലൂടെ സഞ്ചരിച്ച് ഒരു ഗവൺമെന്റ് ജോലി സെക്യൂർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് എന്താണ് ഗൂഗിളിന് പറയാനുള്ളത്? ഇപ്പോൾ ഏതൊരു എക്സാം ആയാലും ആ എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് കാണും. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. PSC ആണെങ്കിൽ PSC, SSC അല്ലെങ്കിൽ ബാങ്ക് എക്സാം ഏതായാലും അവരുടെ ഒഫീഷ്യൽ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതൊക്കെ ബുക്സ് വേണം, റെഫർ ചെയ്യണം, വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ് എടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്തായാലും ഇപ്പോഴത്തെ എക്സാംസ് എല്ലാം പഴയ രീതി എന്ന് പറയുമ്പോൾ PSCയുടെ എനിക്ക് തോന്നുന്നു ഒരു 2020 മുമ്പ് വരെയൊക്കെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ സിലബസ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് സിലബസ് വച്ച് ഇത്ര ടോപ്പിക്കിന് ഇത്ര മാർക്ക് എന്നുള്ള രീതിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് മാത്രമേ എക്സാംസിന് വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ NCERT ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ ഹയർ സെക്കൻഡറി NCERT ടെസ്റ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതിയാവും. അതുപോലെ അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. പിന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഉള്ള ദിവസങ്ങളിൽ അല്ലെ കൂടെ തന്നെ റിവൈസും ചെയ്തു പോകണം. അവസാനം കൊണ്ട് ഫുള്ള് റിവൈസ് ചെയ്യാമെന്ന് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു 3-4 വട്ടം റിവൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതാം. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. എങ്ങനെയാലും ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കിട്ടുന്നിടം വരെ, ഒരു അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നിടം വരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഗൂഗിളിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള നന്മയും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.